ജമ്മു കാശ്മീരിൽ മുൻ ലഫ്റ്റനന്റ് ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു. ദില്ലി RML ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. സ്വാതിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സ്വാതി, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു. ഭദ്ര, ജമ്മു കാശ്മീരിന്റെ മുൻ ഗവർണറായിട്ടുള്ള സത്യപാൽ മാലിക് അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹം കുറെ നാളുകളായി ഈ വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ദില്ലി RML ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ ചികിത്സയിലിരിക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായും സത്യപാൽ മാലിക്കിനെ BJPക്ക് വലിയ തലവേദനയായ ഗവർണർ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ളത്. 2004-ൽ BJPയിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള വിമർശനം ഈ മോദിക്കെതിരെയും അതോടൊപ്പം തന്നെയും BJP സർക്കാരിനെതിരെയും അദ്ദേഹം നടത്തുകയുണ്ടായി. 2018 ഓഗസ്റ്റ് 23 മുതൽ 2019 ഒക്ടോബർ 30 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജമ്മു കാശ്മീരിന്റെ ഗവർണറായി മാറുന്നത്. 4 സംസ്ഥാനങ്ങളിൽ സത്യപാൽ മാലിക് ഗവർണറായി ഇരുന്നിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കണം, ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കാനും 2019 ഓഗസ്റ്റിലാണ് സർക്കാരിൽ തീരുമാനമെടുത്തത്. ആ കാലത്ത് അദ്ദേഹം ഗവർണറായി തുടരുകയായിരുന്നു. എന്നാൽ മാലിക് ഈ വിഷയത്തെ ശക്തിയുക്തമായി തന്നെ അന്നത്തെ കാലത്ത് എതിർക്കുകയുണ്ടായി. അദ്ദേഹം അംബാനിയുടെയും RSS ബന്ധമുള്ള ആളുകളുടെയും ഫയലുകൾ തീയിൽ കൽപ്പിക്കാൻ 300 കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തുവെന്ന വെളിപ്പെടുത്തലുമായി സത്യപാൽ മാലിക് അന്ന് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായത് ഈ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വീഴ്ച പറ്റിയെന്നുള്ള തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. അതിനുശേഷമാണ് BJPയുടെ കണ്ണിലെ കരടായി ഇദ്ദേഹം മാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെയും ഈ ഗോവ സർക്കാരിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും അഴിമതിയാണെന്ന് അദ്ദേഹം ഗോവ ഗവർണർ ആയിരിക്കുന്ന ഘട്ടത്തിലൊക്കെയും മാലിക് ആരോപണം ഉന്നയിച്ചിരുന്നു. അഴിമതി ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ അദ്ദേഹം ഗോവയിലെ തന്നെ ഗവർണർ കസേര തെറിച്ചതെന്നും മാലിക് ഇടയ്ക്ക് ആരോപിച്ചിരുന്നു. ഇദ്ദേഹം ജനിച്ചതൊരു ജാട്ട് കർഷക കുടുംബത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർഷകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മോദി സർക്കാർ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളെയും അന്നും രൂക്ഷമായി അദ്ദേഹം വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. കർഷകർക്കും കർഷക സമരത്തിനും വേണ്ടി നിരന്തരം ശബ്ദമുയർത്തിയ നേതാവ് എന്ന നിലയിലൊക്കെയും അദ്ദേഹത്തെ ആളുകൾ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കർഷകരുടെ ആവശ്യങ്ങളടക്കം നടപ്പിലാക്കിയില്ലെങ്കിൽ BJP ഇനി അധികാരത്തിൽ വരില്ല എന്നുള്ള മാലിക്കിന്റെ പ്രസ്താവനയൊക്കെയും കടുത്ത വിമർശനങ്ങൾക്ക് കാരണമാവുകയും അത് കേന്ദ്ര സർക്കാരിനെയും മോദി സർക്കാരിനെയും വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തം പാർട്ടിയാണെങ്കിൽ പോലും അന്നത്തെ ആ സമയത്ത് തനിക്ക് സത്യമെന്ന് തോന്നുന്നതെല്ലാം പറയും എന്നുള്ള മുഖം നോക്കാതെ പറയുന്ന ഒരാളെന്ന നിലയിൽ തന്നെയാണ് സത്യപാൽ മാലിക്കിനെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത്. നിരന്തരമായ വിമർശനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 1974-ൽ ചരൺ സിംഗ് ഭാരതീയ ലോക് ദൾ ഉണ്ടാക്കിയപ്പോൾ അതിൽ ചേർന്ന് രാജ്യസഭാ അംഗമായി വരികയും 1984-ൽ കോൺഗ്രസിലേക്ക് ചാടുകയും ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ബോഫോഴ്സ് ആരോപണവും VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള വിമത നീക്കവുമായപ്പോൾ തന്നെ കോൺഗ്രസ് വിട്ട് സിംഗിനൊപ്പം ജനതാദളിൽ എത്തുകയും ചെയ്തു. 2004-ലാണ് അദ്ദേഹം BJPയിലേക്ക് എത്തുന്നത്. മോദി സർക്കാർ എല്ലാ സ്ഥാനമാനങ്ങളും നൽകി ടൂറിസം അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യ മന്ത്രിയാവുകയും ചെയ്തു. പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റും അതോടൊപ്പം കർഷക മോർച്ചയുടെ ചുമതല 2017 മുതൽ ഗവർണർ, അങ്ങനെ നിരവധി പദവികളാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ച പോലെ കടുത്ത മോദി വിമർശകനായി എന്നുള്ള നിലയിൽ തന്നെയാണ് സത്യപാൽ മാലിക്കിനെ മറ്റു നേതാക്കളടക്കം അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്. ഭദ്ര, ശരി, വ്യക്തമാണ് സ്വാതി. എന്തായാലും മറ്റ് ഗവർണർമാർ പലപ്പോഴും BJP സർക്കാരിന് കേന്ദ്ര സർക്കാരിന് ചട്ടുകമായി പ്രവർത്തിക്കുന്ന സമയത്താണ് സത്യപാൽ മാലിക് എന്ന് പറയുന്ന മുൻ ജമ്മു കാശ്മീർ ഗവർണർ, അദ്ദേഹം പല കാര്യങ്ങളിലും ഇത്തരത്തിൽ സ്വാതി പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ഒരു അവസാനത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പഹൽഗാം വിഷയത്തിൽ പോലും സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു.